അനുമോൾക്ക് സംസാരിക്കാം, ചുറ്റും ആളുണ്ട്. ആ ഒരു ഇനി ഇപ്പം എൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഷീ ക്യാൻ ടോക്ക് ഫോർ ഹെർസെൽഫ് അല്ലേ. 10 തന്നില്ലെങ്കിൽ 5 എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം. അപ്പോഴും നമ്മളത് മറന്നു പോയേക്കാം, പലപ്പോഴും മറന്നു പോയേക്കാം, ഞാൻ ഉൾപ്പെടെ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക്. അനീഷിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയി 10 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. ഒരുപാട് പേര് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നുണ്ട്, ഒരുപാട് പേര് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഓൾറെഡി ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ്, അത് ബിഗ് ബോസിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇയാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ അവരെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പോസിറ്റീവായിട്ടും പ്രതിഷേധം അറിയിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല കാര്യം, നന്നായി, കപ്പ് കിട്ടിയില്ലെങ്കിലും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മൈജി വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൃഹ ഉപകരണങ്ങളും കൊടുക്കുന്നുണ്ട്. അതിനകത്ത് TV ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് കാണും, അപ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രൊമോഷൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് ഇതിലും വലിയൊരു പ്രൊമോഷനൊന്നും അവർക്ക് ചെയ്യാനില്ല. ഏറ്റവും വലിയ പ്രൊമോഷനാണ്. അത്യാവശ്യം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ആരാണോ ഒന്ന് നിറഞ്ഞു നിൽക്കുന്നത്, ആരാണോ ഒന്ന് കത്തി നിൽക്കുന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ അതിൻ്റെ ഒരു പേര് അവർക്ക് കിട്ടും, ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും. അതിൽ വലുതായിട്ട് ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടത്തില്ല. അത് വേറെ കാര്യം. ഇപ്പം തന്നെ ഈ 10 ലക്ഷം രൂപയുടെ ഒരു കാര്യം തന്നെ, അതും ഒരു ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് എൻഡ് ഒരു പ്രൊമോഷനാണ്. ഇതൊരു ബിസിനസ്സാണ്, അത് തന്നെ. അല്ലാതെ അപ്പം എനിക്ക് തോന്നുന്നു ആ ബിഗ് ബോസിനകത്ത് അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യലി എനിക്ക് തോന്നുന്നു, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, അനീഷിന് കിട്ടിയതിൽ കുഴപ്പമില്ല. കാരണം അതിന് നമുക്ക് സന്തോഷിക്കാം. പുള്ളിക്ക് കിട്ടിയപ്പോൾ പുള്ളി 100 ദിവസം നിന്ന് കപ്പടിക്കാതെ നിരാശയോടുകൂടി പുള്ളി മടങ്ങി വന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, അത് പുള്ളി ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെയൊക്കെ ഇതൊരു ബിസിനസ്സാണ്, അത് വേറെ കാര്യം. ഇപ്പോൾ 10 ലക്ഷം രൂപ ഡോക്ടർ റോയി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പുള്ളിക്ക് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഇല്ലാതെ പുള്ളി കൊടുക്കത്തില്ല, ബെനിഫിറ്റ് ഇല്ലാതെ പുള്ളി കൊടുക്കത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ എനിക്കൊരു ഫിനാൻഷ്യലി സെറ്റിലാവാത്ത പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള നെവിനുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എന്തുകൊണ്ട് പൈസ ഈ 10 ലക്ഷം രൂപ കൊടുക്കുന്നില്ല? അനീഷ് അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിലായിട്ടുള്ള ഒരാളാണ്, വ്യക്തിയാണ്. അത് അനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പം അനീഷിന് കൊടുക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഇത് കാണാതിരിക്കത്തില്ല, അത് വേറെ കാര്യം. അപ്പം എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, 10 ലക്ഷം രൂപ കൊടുക്കുന്ന വീഡിയോ. അപ്പം നാളെ ബാങ്കിലിട്ടോളൂ, മറ്റൊന്ന് 10 ലക്ഷാധിപതി. താങ്ക് യു. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോയ് സാറിന്റെയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ഒക്കെ. ആ ഒരു അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിൽക്കാനൊക്കെ പറ്റിയതിൽ നന്ദിയുണ്ട് കേട്ടോ സാർ. താങ്ക് യു. അപ്പൊ ഇപ്പൊ എന്റെ ട്രിപ്പില് റിയാസ് ദുബായിൽ നിന്നാണ് റിയാസ് വന്നത് ഇതിനു വേണ്ടി. വിനീത്, സുമേഷ്, പിന്നെ നമ്മുടെ സുഹൃത്ത് പുളിയും, അസാദ്. ഓക്കെ, ഇതിലൂടെ അത്യാവശ്യം ഒരു പ്രൊമോഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ജനങ്ങളിലേക്ക് ഇത് എത്തും, അത് വേറെ കാര്യം. 10 ലക്ഷം രൂപ പോയാലും പുള്ളിക്ക് അത് ബെനിഫിറ്റ് ഉണ്ട്, അതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്, അത് വേറെ കാര്യം. നേരെ മറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അങ്ങോട്ട് വന്നിട്ട് ഒരു 1 ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും? ഇല്ല. അതൊക്കെ ഒരു ബിസിനസ് മൈൻഡ്, അത് വേറെ ഒരു ബിസിനസ് മൈൻഡാണ് അതൊക്കെ. പിന്നെ ഇനി ഈ അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തത് അറിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി അത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പുള്ളിയോടുള്ളൊരു ബഹുമാനം കൂടെ, എനിക്ക് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു, അതും കൂടെ നശിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. റോയ് സാറെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഒരുപക്ഷെ അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സീസൺ 2 എന്ന് പറയുന്ന ആ സീസണിൽ 74ാമത്തെ ദിവസം ഷോ നിന്നു. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അത് മൊത്തം ലാഭത്തിലാണ്. പക്ഷേ അങ്ങേക്ക് അറിയാം, ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി, ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായ ജനകീയമാക്കിയതാണ്. അപ്പോൾ 50 ലക്ഷം ഒന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ്. 50 ലക്ഷമൊന്നും തന്നില്ലെങ്കിലും ഇതുപോലെ 10 തന്നില്ലെങ്കിൽ 5 എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം. അതെനിക്ക് വേണ്ടിയല്ല,
പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾക്കും അതുപോലെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് കിട്ടുകയാണെങ്കിൽ പട്ടിണി പാവങ്ങളെ കുറേ പേരെ സഹായിക്കാൻ പറ്റും. ഞാൻ എന്തായാലും എടുക്കത്തില്ല. എക്സ്ട്രാ കിട്ടുന്ന മണിയിൽ മിക്കതും ചാരിറ്റി തന്നെയാണ്. അതുകൊണ്ട് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് റംസാന് എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ചാരിറ്റി ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. ആ സീസൺ 7 എല്ലാവരും നല്ല മത്സരാർത്ഥികളായിരുന്നു. പിന്നെ അനീഷിന് ഉൾപ്പെടെയുള്ളവരെ എന്തെങ്കിലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ അത് ഷോയുടെ വിജയത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അനീഷെ, അഭിനന്ദനങ്ങൾ. ഐ ലവ് യുടാ. എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ്. എന്തുവാടെ ഇതൊക്കെ? എന്തുവാ ഒരാൾക്കൊരു 10 ലക്ഷം രൂപ കൊടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് എരന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതായിട്ടാണ് എനിക്കിപ്പം തോന്നിയത്. ഈ പുള്ളി രജിത് കുമാർ എനിക്കും ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ എനിക്കും ഒരു 5 ലക്ഷം രൂപ എനിക്കും കൂടെ തരണേ സാറേ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നുമല്ല. ഇവിടെ സീസൺ ഇപ്പം ഈ രജിത് കുമാറിൻ്റെ സീസൺ 2 എന്ന് പറയുന്ന സീസൺ പകുതി വെച്ച് നിർത്തി, ഓക്കെ. പക്ഷെ വേറൊരു വിഷയമുണ്ട്. ഇവിടെ രജിത് കുമാർ ആ ഒരു ഇൻഡ് വരെ പോയില്ല. അതിൽ നിന്ന് അയാളെ പിടിച്ച് പുറത്താക്കിയാണ് ചെയ്തത്, ഷോയിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു റീ എൻട്രി ആയിട്ടൊക്കെ എല്ലാ അത് കഴിഞ്ഞിട്ടുള്ള സീസണിനകത്തൊക്കെ രജിത് കുമാറിനെ കൊണ്ടുവരുന്നുണ്ട് അവർ. അപ്പം അതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ലൊരു ഒരു പൈസ കിട്ടുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ പറഞ്ഞിട്ടുള്ള ആ ഷോയിൽ നിന്നൊന്നും ആ ഷോ കൊണ്ട് ഇവർക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, ഒരു മണവും ഉണ്ടായിട്ടില്ല, ഒരു ബെനിഫിറ്റും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ആ ഒരു സീസൺ പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് അല്ലേ. കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് പകുതി വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നു. അപ്പം അതിൽ ഒരുപാട് ചിലപ്പോൾ അവർക്ക് അത് ഷോ കണ്ടക്ട് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി കാണാം. അത് ആരും പറയുന്നില്ലല്ലോ. അത് 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയും കപ്പും ആ ഷോയിൽ ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കൊണ്ടൊരു അവർക്കൊരു ബെനിഫിറ്റാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മിക്കവാറും അതിൻ്റെ പകുതി വെച്ച് നിർത്തുമ്പോഴത്തേക്ക് അവരേതായിട്ടുള്ള അത്രയും സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അത്രയും അതിന് മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് ഒരു 100 ദിവസം കൊണ്ട് കിട്ടുന്ന ഈ ഒരു 50 ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു ഷോയുടെയൊക്കെ TRPയും കാര്യങ്ങളും ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും അവർ ഉണ്ടാക്കുന്നെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു 50 ദിവസം കഴിയണം ഷോയിൽ നിന്ന് ഇവരുദ്ദേശിച്ച ഒരു എമൗണ്ട് കിട്ടണമെങ്കിൽ. അപ്പം ആ ഒരു ഷോ 100 ദിവസം പൂർത്തിയാക്കാതെ ഒരു ക്ലോസ് ചെയ്തൊരു ഷോയാണ് അല്ലേ. അപ്പോൾ ആ ഷോയുടെ പേരും പറഞ്ഞിട്ട് അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ തരണം എന്ന് പറയുന്ന ഒരു യാചിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് കണ്ടത്. ഒരു ചീപ്പ് പരിപാടിയായിപ്പോയി. രജിത് കുമാറിൽ നിന്ന് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ പുള്ളി പറയുന്ന ആ പൈസ എനിക്ക് വേണ്ട, ആ പൈസ ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്, ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചാരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഈ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരെല്ലാം അതിൻ്റെ പുറകിൽ അവർക്കൊരു പ്രോഫിറ്റ് ഇല്ലാതെ അവർക്കൊരു ബെനിഫിറ്റ് ഇല്ലാതെ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിൽ നിന്ന് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ചാരിറ്റി എന്താണെന്ന് നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നല്ല രീതിയിൽ അറിയാം ഈ ചാരിറ്റിയുടെ പുറകിൽ നടക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കുന്ന പല പരിപാടികളും. അപ്പം ചാരിറ്റി ഇപ്പം ചാരിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുക. അല്ലാതെ ഇതുപോലെ അവിടുന്ന് ഇവിടുന്നും ഇരന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് സഹായം ചെയ്യിപ്പിച്ചിട്ട് ഒരു ചാരിറ്റി ഉണ്ടാക്കുന്ന ഒരു പരിപാടി അതിനോട് എനിക്ക് താല്പര്യമില്ല. അതിൽ നിന്നും കൈകിട്ട് പാറ്റി അങ്ങനെ എത്രയോ നമ്മളെ കേരളത്തിൽ തന്നെ എത്ര ആൾക്കാർ ഇതുപോലെ ചാരിറ്റിയുടെ പേരും പറഞ്ഞിട്ട് കോടികൾ ഉണ്ടാക്കുന്നുണ്ടെന്നറിയാം. കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ. ഓക്കെ, ഇനി വേറൊരു വീഡിയോ ഞാൻ കാണിക്കാം. കപ്പ് കിട്ടി, പെയ്ഡ് കപ്പ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിന്റെ അനുമോള് പറയണം. അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളുടെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വന്നത്. ഇപ്പൊ അനുമോൾക്ക് സംസാരിക്കാം, ചുറ്റും ആളുണ്ട്. ആ ഒരു ഇപ്പൊ എന്റെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഷീ ക്യാൻ ടോക്ക് ഫോർ ഹെർസെൽഫ് അല്ലേ. കംപ്ലീറ്റ്ലി നെഗറ്റീവ്. ഓക്കെ, ലക്ഷ്മി ഇപ്പൊ എവിടെ ഉണ്ടല്ലോ, ആരുടെ കൂടെയാണ് ആൾക്കാർ നിൽക്കുന്നത്, അവരുടെ കൂടെയാണ് ഇപ്പൊ ലക്ഷ്മി നിൽക്കുന്നത് എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. ഇത് റീ എൻട്രി ആയിട്ട് കയറി ചെന്ന സമയത്ത് അനുവിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതല്ല നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടാണ്. ആ സമയത്ത് ലക്ഷ്മി കൊടുത്തൊരു സപ്പോർട്ട് നല്ലത് തന്നെ. പക്ഷേ അത് ലക്ഷ്മിയുടെ ഉദ്ദേശം വേറെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ലക്ഷ്മി ചിലപ്പം അത് കൊണ്ടിട്ട് ചെന്ന് പോസിറ്റീവ് ആവാനും ജനങ്ങളെ സപ്പോർട്ടൊന്ന് കുറച്ചുകൂടെ ജനപ്രീതി ലക്ഷ്മിക്ക് ജനങ്ങളിൽ നിന്ന് കുറച്ചൊന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു കമൻസുകളും കാര്യങ്ങളൊക്കെ വീഴാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടാണെന്ന് ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അന്ന് അനുവിനെ സപ്പോർട്ട് ചെയ്ത ലക്ഷ്മി ഇപ്പം
വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ പാട്ടിന് തിരക്കും കാര്യങ്ങളും ഇനാഗുറേഷനും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ലക്ഷ്മിക്ക് അനുവിൻ്റെ കൂടെ കൂടാൻ പറ്റുന്നില്ല, അതാണ് വിഷയം. അപ്പോൾ ലക്ഷ്മി പറയുന്നത് ഇനിയിപ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തു, അനുവിനെ സപ്പോർട്ട് ചെയ്യപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി ഒരു ആരും ഇല്ലാത്ത അനീഷിനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് ലക്ഷ്മി ഇപ്പം ഇറങ്ങി തിരിച്ചേക്കുന്നത്. അപ്പോൾ ഈ 10 ലക്ഷം രൂപ കൊടുക്കുന്നത് കാലിക്കറ്റ് വെച്ചിട്ടാണ്. അപ്പം അവിടം വരെ ലക്ഷ്മി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അനീഷിൻ്റെ കൂടെ നിന്നിട്ട് 10 ലക്ഷം രൂപ സ്വീകരിക്കുന്നുണ്ട്, അനീഷിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, എന്തൊക്കെ പ്രഹസനങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്തെന്നറിയാം, മാവിനകത്ത് കാണുന്നൊരു ഇത്തലുണ്ടല്ലോ, അതേ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എവിടെ മാവുണ്ടോ അവിടെ ഇത്തലും കാണുന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരു പഴയൊരു സംസാരമുണ്ട്. അപ്പോൾ അതായിട്ടാണ് എനിക്ക് തോന്നിയത്. ലക്ഷ്മി പുള്ളിക്കാരിക്ക് കിട്ടിയേക്കുന്ന ഉള്ള വിലയും കൂടെ അല്ലെങ്കിൽ ഉള്ള സപ്പോർട്ടും കൂടെ പുള്ളിക്കാരിയായിട്ട് തന്നെ കളയുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യം പുള്ളിക്കാരിക്കില്ല. പുള്ളിക്കാരിയുടെ ഇതായിട്ട് അങ്ങ് പോവാം. ഇതിപ്പം ഇത് കാണുമ്പോഴത്തേക്ക് ഓൾറെഡി ജനങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം ലക്ഷ്മി സപ്പോർട്ടുള്ള ആൾക്കാരെ കൂടെ നിന്നിട്ട് കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം അനുവിൻ്റെ കൂടെ നിൽക്കുന്നു, ഇപ്പം അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ കൂടെ നിൽക്കുന്നു അല്ലേ. അപ്പം എന്തായാലും കൊള്ളാം. അപ്പം അവിടെ എവിടെയും ചാടി നിന്നിട്ട് ഉള്ള വിലയും കൂടെ കളയാതിരുന്ന, അല്ലെങ്കിൽ ഉള്ള കിട്ടിയ സപ്പോർട്ടും കൂടെ കളയാതിരുന്ന നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷ്മിയോട്. ഇനി വേറൊരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെക്കാം. അനുവിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഇത്രേ ഉള്ളായിരുന്നുള്ളൂ. അനു, നമുക്ക് ചുറ്റും കുറേ അധികം ക്യാമറകളുണ്ട്, മൈക്കുകളുണ്ട്. എപ്പോഴും നമ്മളത് മറന്നു പോയേക്കാം, പലപ്പോഴും മറന്നു പോയേക്കാം, ഞാൻ ഉൾപ്പെടെ. പക്ഷെ നീ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു പറയണം. നീ കിണറ്റിൻകരയിൽ ഇരുന്നിട്ട് ഗോസിപ്പ് പറയാൻ വന്ന ഒരാളല്ല, നീ ഇത്രയും വലിയൊരു ഷോയിൽ വന്ന ഒരാളാണ്. അപ്പൊ നീ പറയേണ്ട കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയണം. പക്ഷെ അത് പറയുന്നതിൽ എന്തെങ്കിലും അതൊക്കെ സത്യം ഉണ്ടോ എന്ന് വെറുതെ അങ്ങ് പറയാൻ പാടില്ലല്ലോ. ഇപ്പൊ തന്നെ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആള് ലേറ്റായി. ഇപ്പം ലേറ്റ് ആവാൻ പല കാരണങ്ങളുണ്ടാവും, ബ്ലോക്ക് ഉണ്ടാവും, ചിലപ്പോ വരുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാം. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഇരുന്നിട്ട് പറയണം, ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പറയണം, മനഃപൂർവ്വം ലേറ്റായി വരിക ഈ ഇന്റർവ്യൂ കൊളാക്കാനായിട്ട്. ഇത് പറഞ്ഞു എന്ന് വിചാരിച്ചു, ശരിക്കും നടന്ന. ഇവിടെ അപ്പാനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്പാനിയുടെ കാര്യം പറഞ്ഞതാണ്. കാരണം അപ്പാനി ഇപ്പം കൊടുക്കുന്ന ഇന്റർവ്യൂസിനകത്തൊക്കെ കൂടുതലും അപ്പാനി ഇതൊരു ഗെയിമാണ്, ഇൻഡ് ഓഫ് ദ ഡേ ഒരു ഗെയിമാണെന്ന് ഇപ്പോഴും ഇവരാരും വിശ്വസിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അതാണ് ഇവരെ കുഴപ്പം. ഇവർ എപ്പോഴും പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം അപ്പാനി തന്നെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതൊരു ഗെയിം കഴിഞ്ഞു, ഇനി അതിനെ പറ്റിയിട്ട് സംസാരിക്കാനോ എടുക്കാനോ ഞാനൊരു ഗെയിമായിട്ട് തന്നെ കാണുന്നു എന്നതാണ് അപ്പാനി പല ഇതിനകത്തും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നിട്ട് അപ്പാനി എന്നെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം, അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര, അതിപ്പോഴും ആ ഒരു വിഷയം ഇപ്പോഴും റിയൽ ലൈഫിനകത്ത് അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളൊരു രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്പാനി പറയുന്ന കാര്യം എന്താണ്, അപ്പോൾ അത്രയും ക്യാമറകളുണ്ട്, 10-72 ക്യാമറകളുണ്ട്. അപ്പം അനുവിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് അപ്പാനി ഇവിടെ പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം അപ്പാനി മനസ്സിലാക്കുക, അപ്പാനി അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പാനി ഇത്രയും ക്യാമറകൾ ഉണ്ട് എന്നുള്ളൊരു ധാരണ ഇല്ലാത്തതുപോലെയാണ് അപ്പാനി അവിടെ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അല്ലേ. വായിന്നൊക്കെ എന്തോ ഒരു രീതിയിലുള്ള ചീത്ത വാക്കുകളും തെറികളും അങ്ങേ അറ്റത്തെ കാര്യങ്ങളാണ് അപ്പാനി അവിടെ സംസാരിച്ചിട്ടുള്ളതും. പിന്നെ അനുവിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു അനുവിൻ്റെ അച്ഛനെ വരെ അതിലേക്ക് വലിച്ചിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പാനി അല്ലേ. അപ്പം ഈ ഒരു ഉപദേശം കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഉപദേശം ഇപ്പം ഇവിടെ വന്നിരുന്നിട്ട് ന്യായീകരിച്ച് പറയുന്നല്ലോ, സ്വയമേ ഒന്ന് വിലയിരുത്തി നോക്കുക, ഞാൻ എങ്ങനെ ആയിരുന്നു എന്നൊന്ന് വിലയിരുത്തി നോക്കുക, എന്നിട്ട് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ കുറ്റം പറയും. ഇവിടെ അനു അങ്ങനെ അത്ര നല്ല ആളെന്ന് അല്ല പറയുന്നത്, പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്നും തെറ്റുകളുണ്ട്, പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്നും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇവിടെ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ച് കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു, നമ്മൾ ആ ഷോയിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ എന്താണ് കാഴ്ചവെച്ചത്, ഞാൻ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയെന്നും കൂടെ ഒന്ന് വിലയിരുത്തിയിട്ട് മാത്രം ഇങ്ങനെയുള്ള മാനിപ്പുലേഷനുകൾ നടത്തുക അല്ലേ. പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് ഇവിടെ കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. See you.